ധൂർത്തടിക്കാതെ, കാശ് നശിപ്പിക്കാതെ അനുഗ്രഹങ്ങൾ വരുമ്പോൾ മിതത്വം പാലിക്കുന്നവരാണ്. ദാരിദ്ര്യം അനുഭവിക്കുമ്പോൾ അത് ആരും അറിയാതെ ദാരിദ്ര്യത്തിൽ പോലും അലങ്കൃതരായി ജീവിക്കുന്നവരാണ് വിശ്വാസികൾ. നമ്മൾ ആരുടെ മുമ്പിലും കൈനീട്ടാൻ പോവില്ല. ഒരു ഈമാനുള്ള മുഅ്മിനിന്റെ സ്വഭാവങ്ങളാണ് ഇതൊക്കെ. പൈസ ഉണ്ടെങ്കിൽ ധൂർത്തില്ല, പൈസ ഇല്ലെങ്കിൽ പരിതാപമില്ല, ആരോടെങ്കിലും പരാതി പറഞ്ഞ് നടക്കുന്നില്ല, ഭിക്ഷാടനമില്ല. അങ്ങനെയാണ്. വറഹ്മത്തുൽ ലിൽ മജ്ഹൂദ്, പാവപ്പെട്ടവരെ കാണുമ്പോൾ മനസ്സിൽ കരുണയുദിക്കുന്നവർ. പാവപ്പെട്ടവരെ കാണുമ്പോൾ ഖൽബിൽ കരുണ വരണം. ഇത് പറയുമ്പോ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയുള്ള ആളുകൾ, കച്ചവടമുള്ള ആളുകൾ, നല്ല ഒരു ഇസ്സത്തുള്ള ഒരു ജോലിയിൽ നിന്ന് ഒരു മനുഷ്യൻ പിരിച്ചുവിടപ്പെടുകയോ ആ സ്ഥാപനം പൂട്ടപ്പെടുകയോ ജോലി ഇല്ലാതാവുകയോ അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ശമ്പളത്തിന്റെ സ്കെയിലിൽ നിന്ന് താഴെ വരികയോ ചെയ്യുമ്പോഴേക്കും മനുഷ്യന്റെ മനസ്സിലൊരു പിടക്കൽ വരും. ജീവിത നിലവാരം താഴുകയാണല്ലോ എന്നൊരു പേടി വരും. അതുവരെ മക്കൾക്ക് ചെയ്തുകൊണ്ടിരുന്ന പലതിലും നിയന്ത്രണങ്ങൾ വരാൻ തുടങ്ങും. നമ്മുടെ ഒരു ജോലിയിൽ ഒരു ചെറിയ പ്രയാസം വരുമ്പോഴേ നമ്മുടെ നിലവാരം ഒരല്പം ജീവിതത്തിന്റെ ചെലവുകൾ കുറച്ചു വെച്ചുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോ നമ്മൾ ആലോചിക്കുന്നുണ്ടോ അതുവരെ കഷ്ടപ്പെടുന്ന ആളുകളുടെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന്? നമുക്കൊരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പ്രയാസമാണ്. തീരെ ജോലി ഇല്ലാത്ത എത്രയോ ഗ്രാജുവേറ്റുകൾ ജോലിയില്ലാതെ നടക്കുകയാണ്, വിഷമിച്ച് നടക്കുകയാണ്. എത്രയോ വീടുകളിൽ മിസ്കീന്മാരുണ്ട്. കണ്ടാൽ യഹ്സബുഹുമുൽ ജാഹിലു അഗ്നിയാഅ മിന തഅഫുഫ് ലാ യസ്അലൂന അന്നാസ ഇൽഹാഫ. ജനങ്ങളോട് കൈനീട്ടി ചോദിക്കാതെ, പരാതി പറയാതെ, മഹല്ലിന് എഴുത്തു കൊടുക്കാതെ, കത്ത് കൊടുക്കാതെ, പട്ടിണിയാണെങ്കിൽ പട്ടിണി ആരോടും പറയാതെ ക്ഷമിച്ചു നടക്കുന്ന, കണ്ടാൽ മുതലാളിമാരെന്ന് തോന്നുന്ന എത്രയോ മിസ്കീന്മാർ നമ്മുടെ നാടുകളിലുണ്ട് എന്ന് പ്രത്യേകം മനസ്സിലാക്കണം. മിസ്കീന്മാർക്ക് എല്ലാവരും സഹായിക്കണമെന്നില്ല, ഫക്കീർമാരെല്ലാവരും സഹായിക്കും. ഫക്കീറിനേക്കാൾ ഇച്ചിരി മീതയാണ് മിസ്കീൻ. പക്ഷെ മിസ്കീന്മാരിൽ ആ കപ്പൽ മിസ്കീന്മാരുടേതായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറയാം. കപ്പലൊക്കെ എളുപ്പമുണ്ടായി എന്ന് വരും, പക്ഷെ അവര് മിസ്കീന്മാരാണ്. ഇമാം ശാഫിഈ തങ്ങൾ ഫഖീറും മിസ്കീനും തമ്മിലുള്ള ഫർഖ് പറയുന്നത്, അതിന് പ്രമാണം കൊണ്ടുവന്നത് അമ്മസ്സഫീനത്തു ഫകാനത്ത് ലിമസാകീൻ. അപ്പോ പാവപ്പെട്ടവരെ കാണുമ്പോൾ റഹ്മത്ത് വേണം ഹൃദയത്തിൽ. വഅതാഉൻ ഫീ ഹഖ്ഖിൻ, അർഹതയുള്ള ആളുകൾക്ക് നൽകണം. കയ്യിലൊന്നുമില്ലെങ്കിൽ പോലും നൽകേണ്ടവർക്ക്, അർഹതപ്പെട്ടവർക്ക് ഉള്ളതിൽ നിന്ന് കൊടുക്കണം. നമ്മുടെ മദ്രസകൾ അങ്ങനെയാണ്. നമ്മുടെ പള്ളിയിലെ ഉസ്താദുമാർ, അവരുടെ ശമ്പളം, നമ്മുടെ മുഅദ്ദിൻ, മുദരിസുമാർ, പള്ളി മദ്രസകളിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാർ, അവർ കുടുംബം പുലരേണ്ടവരാണ്. അവരൊക്കെ ഒരു കുടുംബത്തിന്റെ അത്താണികളാണ്. അതുകൊണ്ട് എന്തൊക്കെ നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ, ഇപ്പൊ കടലിൽ നമുക്ക് മത്സ്യബന്ധനം വളരെ കുറവാണ്, ജോലി കുറവാണ്, എന്നാലും ഉള്ളത് കൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം വിവരങ്ങളൊക്കെ പറയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജോലികളിലും കച്ചവടങ്ങളിലും ഒക്കെ അല്ലാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. എന്നാൽ പോലും എന്തെങ്കിലും സംഘടിപ്പിച്ച് നമ്മുടെ ഉസ്താദുമാർ അവര് വിഷമിച്ചു പോകരുത്, അവരുടെ കുടുംബം അനാഥമാവരുത്. ഹക്കുകളെ കണ്ടറിഞ്ഞു കൊടുക്കുന്നവരാണ് ഒരു മുസ്ലിമിന്റെ സ്വഭാവം. മനുഷ്യന്റെ മനസ്സുകളിൽ ഉടലെടുക്കുന്ന വൈകാരികമായ ചിന്തകളെ തടഞ്ഞു നിർത്തുന്നവരാണ്. നഹിയുൻ അൻ ശഹ്വ, മനുഷ്യന് വികാര വിക്ഷോഭങ്ങൾ ഉണ്ടാക്കുന്ന ചുറ്റുപാടുകൾ നമ്മുടെ കൺമുമ്പിലൂടെ ധാരാളം കടന്നു പോകുന്നുണ്ട്. വിശേഷിച്ച് ചെറുപ്പക്കാർ. ആരോഗ്യമുണ്ട്, സമയമുണ്ട്, ബൈക്കുണ്ട്, കാറുണ്ട്, സൗകര്യങ്ങളൊക്കെ ഉണ്ട്. തിന്മകൾ ചെയ്യപ്പെടാനുള്ള സാധ്യതകൾ അവരുടെ മുമ്പിൽ കൂടുതലാണ്.
അങ്ങനെ ഇരിക്കെ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് മാത്രം തിന്മകളിലേക്ക് പോകാതെ വിട്ടുനിൽക്കുക എന്നത് അതൊരു വലിയ കാര്യമാണ്. നഹിയുൻ അൻ ശഹ്വ. കൂടുള്ള ആളുകൾക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ട്, കൂട്ടുകാരികളായ പെൺകുട്ടികൾക്ക് ബോയ് ഫ്രണ്ടുകളുണ്ട്. ഉദാഹരണം പറയാം, ക്യാമ്പസുകളിൽ സ്വാതന്ത്ര്യമുണ്ട്. ലിബറലായ ജീവിതം ആഗ്രഹിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ദീനിന്റെ ചട്ടക്കൂടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് സ്വാതന്ത്ര്യം വേണം എന്നാണ് അവർ പറയുന്നത്. ദീനിന്റെ ചട്ടക്കൂടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ആ സ്വാതന്ത്ര്യത്തെ അവര് തളച്ചിടുന്നത് ശരീരമെന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണമായി തന്ന നമ്മുടെ ഈ ശരീരത്തിന്റെ മുമ്പിൽ അടിമയായി മാറുകയാണ് ഈ സ്വതന്ത്രവാദികൾ എന്ന് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെയാണ് അവര് ശരീരത്തിന്റെ അടിമകളായി മാറുക. അള്ളാഹുവിന്റെ അടിമകളായി മാറുന്നത് ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് ഹിജാബും നിഖാബുകളും പറിച്ചു മാറ്റി, നിസ്കാരവും അള്ളാഹുവിനോടുള്ള പ്രതിബദ്ധതയും കടപ്പാടുകളും ഒക്കെ നിർത്തിവെച്ച് സ്വാതന്ത്ര്യം വേണമെന്ന് പറയുമ്പോഴും സ്വാതന്ത്ര്യമല്ല, പിശാചിന്റെയോ ശരീരത്തിന്റെയോ അടിമകളായി മാറുകയാണ് അവർ. അവിടെയും അടിമത്തത്തിലേക്കാ പോകുന്നത്. പിശാചും ശരീരവും ഒരുപോലെ മനുഷ്യനെ തിന്മയിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മൊബൈൽ ഫോണുകൾ എത്രയായിരം ഉപകാരപ്പെടുന്ന അറിവുകൾ അതിലൂടെ കിട്ടും. അതിന്റെ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു വീഡിയോ കയറി വരും, ഏതെങ്കിലും ഒരു പോസ്റ്റർ കടന്നു വരും, ഒരു പരസ്യം കയറി വരും, ഒരു റീൽ അതിന്റെ ഇടയിലൂടെ മറിഞ്ഞു പോകും. എന്റെ സുഹൃത്ത് പറയായിരുന്നു, വിശുദ്ധ റമദാനിൽ മൊബൈൽ ഫോണിന്റെ ഉപയോഗം നിർത്തിവെച്ചു, തൊടണ്ടെന്ന് വിചാരിച്ചു, ഡാറ്റ ഓഫ് ചെയ്തു, കോൾ അറ്റൻഡ് ചെയ്യാം, ഡാറ്റ ഓഫ് ചെയ്തു, വൈഫൈ വേണ്ടെന്ന് വെച്ചു. എങ്ങനെയൊക്കെ റമദാനിൽ വാല് കേൾക്കാമെന്ന് പറഞ്ഞാലും അതിന്റെ ഇടയിലൂടെ വേണ്ടാത്തത് കയറി വരും. എന്നാ പിന്നെ അത് കാണണ്ട, നിർത്തിവെച്ചു എന്ന് പറഞ്ഞു. റമദാനിനെ വിചാരിച്ചുകൊണ്ട്. റമദാൻ കഴിഞ്ഞാൽ നമ്മൾ നിർബന്ധിതമാവാൻ. നഹിയുൻ അൻ ശഹ്വത്തിൻ. അതുകൊണ്ട് മനുഷ്യന്റെ ശഹ്വത്ത് എന്ന് പറയുന്നത് അത് മദ്യത്തോടുള്ള ശഹ്വത്താകാം, പെണ്ണിനോടുള്ളതാകാം, ഒരു പെണ്ണിന് ആണിനോടാകാം, സമ്പത്തിനോടാകാം, ലഹരിയോടാകാം. ഇതൊക്കെ മനുഷ്യന്റെ ശരീരത്തിൽ അള്ളാഹു സന്നിവേശിപ്പിച്ചു വെച്ചതാണ്. അതിനെ നിയന്ത്രിക്കുന്നവനാണ് മുസ്ലിം. നഹിയുൻ അൻ ശഹ്വ. ഇതൊരു മുസ്ലിമിന്റെ സ്വഭാവമാണെന്ന് അല്ലാമ ഇബ്നു ബത്തൂത തങ്ങൾ വിവരിക്കുകയാണ്. വനഹിയുൻ ഫീ അൻ ശഹ്വത്തിൻ വകസ്ബുൻ ഫീ ഹലാൽ. സത്യവിശ്വാസി ഹലാലിൽ സമ്പാദിക്കണമെന്ന് ആഗ്രഹിക്കുന്നവനാണ്. അധ്വാനം ഹലാലാണ്, ഹറാം അവിടെയില്ല, വഞ്ചനയില്ല, ചതിയില്ല, അള്ളാഹു അനുവദിക്കാത്ത ബിസിനസ്സുകളില്ല, രാജ്യത്തിന്റെ നിയമങ്ങൾ പാലിക്കാതെയുള്ള സംവിധാനങ്ങളില്ല. എല്ലാം അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് തന്നെ. ഒരിക്കലും ദുരാഗ്രഹമില്ലാത്തവനാണ് മുസ്ലിം. തൊമഇല്ല, കിട്ടാത്തതിനെ കുറിച്ചുള്ള ആവലാതികളില്ല. മറ്റുള്ളവന്റെ വീടിന്റെ മുറ്റത്തേക്ക് നോക്കിയിട്ട് എനിക്കത് വേണമെന്ന് കൊതിയൂറുന്നതില്ല. മറ്റുള്ളവന്റെ വാഹനം കാണുമ്പോ, അവന്റെ സംവിധാനങ്ങൾ കാണുമ്പോ, കച്ചവടം കാണുമ്പോ, മക്കളെ കാണുമ്പോ അസൂയ തോന്നാത്ത മനസ്സാണ്. തന്റെ മനസ്സിന്റെ ഉള്ളിൽ വരുന്ന ആഗ്രഹങ്ങൾ അനന്തമാണ്. ആ ആനന്ദമായ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് മുസ്ലിം.